നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അമ്മ സംഘടനയിലെ പൊട്ടിത്തെറി, അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ലക്ഷ്മിപ്രിയ അൻസിബ പ്രശ്നമാണ്. അൻസിബ ലക്ഷ്മിപ്രിയയ്ക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് കണ്ട് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് അവർക്കെതിരെ മോശമായിട്ട് ഗാർഹിക പീഡനം തോന്നുന്ന തരത്തിലേക്ക് പ്രതികരിക്കുന്നു, കുടുംബജീവിതം തകർക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അൻസിബയെ വലിയ ആക്രമിക്കുന്ന സോഷ്യൽ മീഡിയയെയും ഉദ്യോഗസ്ഥരെയും അമ്മ സംഘടനയിലെ പ്രവർത്തകരെയും നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്കെതിരെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് നടന്നിട്ട് അതിനൊരു ആക്ഷൻ നൽകാനോ പരാതി നൽകാനോ പറ്റാത്ത ആളുകളാണല്ലോ എന്നുള്ള പരിഹാസവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരമായിരുന്ന യൂട്യൂബറായ സായി കൃഷ്ണ. അൻസിബ അയച്ച മെസ്സേജിന്റെ പേരിൽ ലക്ഷ്മിപ്രിയയ്ക്ക് ഭർത്താവിൽ നിന്നും ഗാർഹിക പീഡനം നേരിടേണ്ടി വന്നിട്ട് അവിടെ ഒരു കേസും കൊടുത്തില്ലല്ലോ എന്നാണ് സായി കൃഷ്ണ ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ CWC അടക്കം സ്വമേധയാ കേസ് എടുക്കേണ്ടതായിരുന്നു. CWC പോലുള്ള സംഘടനകൾ വായിൽ പഴം തിരുകിയിരിക്കുകയാണോ എന്നൊക്കെയാണ് ഇപ്പോൾ സായി ചോദിക്കുന്നത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ അവരുടെ ഭർത്താവിൽ നിന്ന് ഗാർഹിക പീഡനം നേരിടുമ്പോൾ അതവർ തുറന്നു പറയുകയും ചെയ്യുമ്പോൾ അത് കേസാക്കാൻ നിങ്ങൾ റെഡിയാണോ എന്ന് വെല്ലുവിളിക്കുന്നു സായി കൃഷ്ണ. നിങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോകാൻ റെഡിയാണോ എന്നുള്ള ചോദ്യവുമുണ്ട്. അതുപോലെ അൻസിബയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുമോ എന്നുള്ള ചോദ്യങ്ങളും ഇതിലുണ്ട്. അൻസിബയ്ക്ക് എതിരെ ലക്ഷ്മിപ്രിയ പോലീസിൽ പരാതി നൽകിയ സംഭവത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലാണ് ലക്ഷ്മിപ്രിയ സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ ടൈം ഫ്രെയിമുകൾ പരസ്പരം മാച്ച് ആകാത്തതുപോലെ തോന്നിയെന്നും തൻ്റെ ഫോണിന് ലോക്കില്ല എന്നും ഭർത്താവിനടക്കം പരിശോധിക്കാൻ പറ്റുന്ന തരത്തിൽ എപ്പോഴും ഓപ്പൺ ആയിരിക്കുമെന്നുമുള്ള കാര്യങ്ങൾ പരസ്പര വിശ്വാസം അത്രത്തോളം ആയിരുന്നു എന്നുള്ളതും ഒക്കെ ചോദിക്കുന്നുണ്ട്. ദുബായിൽ നിന്നും ഫോട്ടോ എടുത്തിരുന്നോ എന്ന അൻസിബയുടെ ഒരൊറ്റ മെസ്സേജിന് പുറത്താണ് ഭർത്താവ് ഗാർഹിക പീഡനം ചെയ്യുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, വയലൻസ് ഉണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലൊരു മിസ്മാച്ച് ഉണ്ട്. പിന്നെ നിങ്ങളുടെ കുടുംബക്കാര്യം നിങ്ങളുടെ ഇഷ്ടമാണ്. ലക്ഷ്മിയുടെ ഭർത്താവ് അൻസിബയോട് ലക്ഷ്മിയുടെ കുറ്റം പറഞ്ഞതായും അൻസിബ വെളിപ്പെടുത്തുന്നു. അങ്ങനെയാകുമ്പോൾ ഇവരെല്ലാം പരസ്പരം കണക്റ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അൻസിബയെ മകളെ പോലെയാണ് കണ്ടത് എന്ന് ലക്ഷ്മിയും പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ മാച്ച് ആകുന്നില്ല. ലക്ഷ്മിയുടെ പേര് അൻസിബ പറഞ്ഞിരുന്നില്ല. ലക്ഷ്മിപ്രിയ സ്വയം വന്നിരുന്ന് ഗർഭം ഏറ്റെടുക്കുന്നത് പോലെ എൻ്റേതാണെന്ന് പറഞ്ഞതാണ് എന്നും സായി കൃഷ്ണ ചൂണ്ടിക്കാണിക്കുന്നു. ലക്ഷ്മിപ്രിയ, നിങ്ങളൊരു ഓപ്പൺ ഹൈമറായി എന്ന് പറയാം. എന്ത് ന്യൂക്കാണ് നിങ്ങൾ പൊട്ടിച്ചത് എന്നത് ഇപ്പോൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ എന്തിനാണ് പത്രസമ്മേളനം വിളിച്ച് ഈ കാര്യം പറഞ്ഞത്? മഹാനടൻ എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിൽ എണ്ണം പറഞ്ഞ ഒരാളേ ഉള്ളൂ. കമോൺ, നിങ്ങൾ എന്താണ് ചെയ്തത് ലക്ഷ്മിപ്രിയ എന്ന് സായി ചോദിക്കുന്നു. ഒരാൾക്കും അറിയാത്ത കാര്യം ഞാൻ ഒരു തംബ്നെയിൽ മാത്രമേ കണ്ടിരുന്നുള്ളൂ. അൻസിബ ഹസനും ആ മഹാനടനും തമ്മിൽ എന്ത് എന്നുള്ള ചോദ്യം അമ്മ അസോസിയേഷനിൽ ആരോ ചോദിച്ചു എന്നുള്ള തരത്തിലുള്ള ആ തമ്പ്. ഇതിപ്പോൾ അൻസിബയ്ക്ക് വേണ്ട തെളിവ് ലക്ഷ്മിപ്രിയ ഇട്ടുകൊടുക്കുന്നത് പോലെ ആയി എന്നാണ് സായി കൃഷ്ണ പറയുന്നത്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അമ്മയ്ക്കിടയിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അമ്മയ്ക്കിടയിൽ മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള കടുത്ത ആഭ്യന്തര പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഭാരവാഹികൾ തമ്മിലുള്ള ചേരിപ്പോരും പരസ്യമായിട്ടുള്ള ചെളിവാരി എറിയലുകളും ഒക്കെ വലിയ രീതിയിൽ അമ്മ സംഘടനയ്ക്കെതിരെ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഗമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുൻപിൽ നേരിട്ട് ഹാജരാകണം എന്നാണ് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന നടി അൻസിബ ഹസൻ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ടിനി ടോം, ലക്ഷ്മിപ്രിയ എന്നിവരോട് അമ്മ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. ഇതിൽ പരാതിക്കാരായ അൻസിബയോട് ജൂൺ 1-നും 3-നും ഇടയിൽ നേരിട്ടെത്തി തെളിവുകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഘടനയുടെ ഭാരവാഹികൾക്കിടയിൽ വലിയ തോതിലുള്ള ചേരിതിരിവ് ദൃശ്യമാണ്. പ്രസിഡന്റ് ശ്വേത മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും വ്യത്യസ്ത ചേരികളിലായതും മറ്റ് ഭാരവാഹികൾക്കിടയിലെ ഗ്രൂപ്പിസവും കാരണം അമ്മയുടെ പ്രവർത്തനം നിലവിൽ പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. ശ്വേതയും കുക്കുവും തമ്മിൽ ചർച്ചകൾ നടത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഭാരവാഹികൾ പരസ്പരം പരസ്യമായി ഏറ്റുമുട്ടുന്ന പശ്ചാത്തലത്തിൽ ഇവർക്ക് മാത്രമായി പരിഹാരം കാണാൻ സാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. മുതിർന്ന താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും നിലവിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിലും
തൽക്കാലം വിഷയത്തിൽ നേരിട്ടിടപെടേണ്ടുന്നില്ല എന്നുള്ള നിലപാടിലാണെന്നാണ് സൂചന. അടുത്ത മാസം ചേരുന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിൽ നിലവിലെ ഭരണസമിതി തുടരണോ എന്ന കാര്യത്തിലടക്കം നിർണായകമായിട്ടുള്ള തീരുമാനമുണ്ടായേക്കും. നടൻ ടിനി ടോമിനെതിരെ വംശീയ അധിക്ഷേപം അടക്കമുള്ള കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന അൻസിബ ഹസൻ എന്നതുകൊണ്ട് സംഘടനയിൽ നിന്നും അവർ രാജിവെച്ചതടക്കം വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് വഴിവെക്കും. ടിനി ടോം തന്നെ വ്യക്തിഹത്യ നടത്തുന്നു എന്നും മതതീവ്രവാദി എന്നും ജിഹാദി എന്നും വിളിച്ച് അധിക്ഷേപിക്കുന്നു എന്നുമാണ് അൻസിബയുടെ വെളിപ്പെടുത്തൽ. ഈ വിഷയത്തിൽ ടിനി ടോമിനെതിരെ കടുത്ത നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ് താരം. ഇതിനായി അൻസിബ നിയമോപദേശം തേടുകയും പരാതി നിലനിൽക്കുമെന്ന ഉറപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ നടി നീന കുറുപ്പ് അടക്കമുള്ളവരെ സാക്ഷികളാക്കാനാണ് അൻസിബയുടെ തീരുമാനം. അതേസമയം ടിനി ടോമിനെതിരെ അൻസിബ ഉന്നയിച്ച ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലാണ് നടി നീന കുറുപ്പ് പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അൻസിബ മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയതിന് തൊട്ടു മുൻപ് മെയ് 12 തന്നെ നീന കുറുപ്പ് അമ്മയ്ക്ക് പരാതി നൽകിയിരുന്നു. അമ്മ കുടുംബസംഗമത്തിലെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ടിനി ടോം തന്നെ പരസ്യമായി അപമാനിച്ചതായി അസഭ്യം, അശ്ലീല പ്രയോഗങ്ങൾ എന്നിവ നടത്തിയതായിട്ടുമാണ് നീനയുടെ കുറിപ്പ്. ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്ത ടിനി ടോമിന്റെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം ഒരൊറ്റ സംഭവമല്ല എന്നും അതിൽ അന്വേഷണം വേണമെന്നും നീന കുറുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. ടിനി ടോമിനെതിരെയുള്ള പരാതികൾക്ക് പുറമെ പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരിക്കുകയാണ് അൻസിബ ഹസൻ. നടി ലക്ഷ്മിപ്രിയ നൽകിയ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയെന്നും SI രേഷ്മ മോശമായി പെരുമാറിയെന്നുമാണ് അൻസിബയുടെ ആരോപണം. കഴിഞ്ഞ ഡിസംബർ 10 അൻസിബ തനിക്ക് മെസ്സേജ് അയച്ചു എന്നും അത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാണ് താൻ പരാതി നൽകിയതെന്നുമാണ് ലക്ഷ്മിപ്രിയ പിന്നീട് മാധ്യമങ്ങളോട് സമ്മതിച്ചത്. സംഘടന നൽകിയിട്ടുള്ള നോട്ടീസിന് മറുപടിയായി തന്നെ നിഷ്പക്ഷമായി കേൾക്കണമെന്നാണ് അൻസിബ ആവശ്യപ്പെട്ടത്. നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകുന്നതിന് പകരം തന്റെ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്ന് അൻസിബയുടെ ആവശ്യവും രംഗത്തുണ്ട്. രമേശ് പിഷാരടി, മാല പാർവതി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരടങ്ങുന്ന നിഷ്പക്ഷ സമിതി വേണമെന്നാണ് താരം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. സംഘടന നിർദ്ദേശിച്ച തീയതികളെയും മാറ്റങ്ങൾ വരുത്തി ജൂൺ 1 അല്ലെങ്കിൽ ജൂൺ 7 ശേഷമോ തനിക്ക് ഹാജരാകണമെന്നും അൻസിബ അറിയിക്കുന്നു. ഭാരവാഹികളുടെ രാജിയിലേക്കുള്ള സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളിലും വരെ വഴിമാറിയിട്ടുള്ള ഈ ആഭ്യന്തര തർക്കം മലയാള സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ജനറൽ ബോഡി യോഗം ചേരുന്നതോടെ അമ്മ സംഘടനയുടെ ഭാവി ഭരണക്രമം എങ്ങനെയാകും എന്നതും കണ്ടറിയേണ്ടതാണ്.